എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏതെങ്കിലും വിധത്തിൽ അറിവുകൾ പകർന്നു തന്ന അവരെ എല്ലാവരെയും ഞാൻ ഗുരുക്കന്മാർ എന്ന് വിളിക്കുകയാണ്. ആ ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും ഒരു വന്ദനം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നവരാണ്. അത് നമ്മൾ ജനിച്ച കാലം മുതൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നാട്ടുകാർ, ബന്ധുക്കൾ, മിത്രാദികൾ, കൂടെ പഠിച്ചവർ, അധ്യാപകർ, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിപ്പിച്ചു തന്ന പലരുമുണ്ട്. അനേകം പേര് നമ്മുടെ സമൂഹത്തിലെ നേതാക്കൾ, പുരോഹിതന്മാർ, രാഷ്ട്രീയ നേതൃത്വം, പിന്നെ തൊഴിൽ സ്ഥാപനങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നവർ, പഠിപ്പിച്ചവർ, തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തിയവർ, പിന്നെ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നവർ. ഒരു പഴമൊഴി പറയുന്നത് പോലെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ശത്രുക്കൾ ആരുമില്ല, നമുക്ക് ഗുരുക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നവരാണ്. നമ്മളെ ഉപദ്രവിച്ചവരാണെങ്കിൽ പോലും അവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ഗുരുക്കന്മാർക്കും അവർക്ക് വന്ദനം പറഞ്ഞുകൊണ്ട് ഇത് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുരുഗീതയിൽ പറയുന്നത് പോലെ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു തന്നെയാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, ഗുരു തന്നെയാണ് പരിപാലകനായ വിഷ്ണു, ഗുരു തന്നെയാണ് മഹേശ്വരൻ. ആ ഗുരു തന്നെയാണ് എല്ലാം കാണിച്ചു തരുന്ന പരബ്രഹ്മവും. ആ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ മനുഷ്യൻ മാത്രമല്ല ഉള്ളത്. മനുഷ്യനും മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും സസ്യലതാദികളും സൂക്ഷ്മാണുക്കളും ജീവന്റെ എല്ലാ രൂപങ്ങളും അതിൽ വരും. നമുക്ക് വേണ്ട ഒരു ഉത്തരം ഈ ജീവന്റെ എല്ലാ രൂപങ്ങൾക്കും ബാധകമാകുന്ന ഒരു ഉത്തരം, എല്ലാ കാലത്തും ബാധകമാകുന്ന ഒരു ഉത്തരം, എല്ലാ സമയത്തും എല്ലാവർക്കും ബാധകമാകുന്ന ഒരു ഉത്തരം, സനാതനമായിട്ടുള്ള ഒരു ഉത്തരമാണ് നമുക്ക് വേണ്ടത്. ഏത് കാലത്തും എവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ബാധിക്കുന്ന ചില തത്വങ്ങളാണ് നമുക്കിതിൽ നിന്ന് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മളതിനെ സനാതനം എന്ന് പറയുന്നത്. ഈ അന്വേഷണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ പല വഴിക്ക് ഈ അന്വേഷണത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ആദ്യമേ തന്നെ നമ്മുടെ എല്ലാം വിശ്വാസങ്ങളെയും ധാരണകളെയും ജീവിതത്തെയും സ്വാധീനിക്കുന്ന നമ്മുടെ മതഗ്രന്ഥങ്ങളാണ്, മതസ്ഥാപനങ്ങൾ. മതങ്ങൾ
എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. പ്രകൃതിയിലല്ലാത്ത വേറൊരു സ്ഥലത്ത് എവിടെയോ ഇരുന്നു കൊണ്ട്, എവിടെയോ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടോ പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി, ആ ശക്തിയാണ് ദൈവം എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുന്നത്. ആ ദൈവങ്ങളെ വിശ്വസിക്കുന്ന മതപാരമ്പര്യങ്ങൾ, ആ പാരമ്പര്യങ്ങൾ എന്ത് പറയുന്നു? ആ പാരമ്പര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പല പാരമ്പര്യങ്ങളുണ്ട്. ഞാൻ പ്രധാനമായിട്ടും 3 തരം പാരമ്പര്യങ്ങളാണ് ഇതിൽ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാമിക, മറ്റ് മധ്യപൗരസ്ത്യ ദേശങ്ങളിലെ പാരമ്പര്യങ്ങൾ. ഈ പാരമ്പര്യങ്ങളെല്ലാം പൊതുവെ സ്വർഗത്തിൽ വിശ്വസിക്കുന്നവരാണ്. മനുഷ്യർ മരണശേഷം സ്വർഗത്തിലേക്ക് പോകുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ വാസസ്ഥാനം. നമ്മളെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ആ ദൈവത്തോട് ചേർന്ന് നമ്മൾ പിന്നീട് ഒരവസാനവുമില്ലാത്ത ഒരു ആനന്ദത്തിൽ ലയിച്ചു ചേർന്നു. അതാണ് യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാമിക പാരമ്പര്യങ്ങൾ. പിന്നെയുള്ളത് കിഴക്കിൻ്റെ ഭാരതീയ, ചൈന, ഏഷ്യയിലെ പാരമ്പര്യങ്ങൾ. വേദങ്ങളും ജൈന വിശ്വാസവും ബുദ്ധവിശ്വാസവും ഒക്കെ പറയുന്നത് എന്താണ്? ഈ വിശ്വാസങ്ങളൊക്കെ പറയുന്നത് മോക്ഷത്തെക്കുറിച്ചാണ്. മോക്ഷം, മുക്തി, നിർവ്വാണം എന്നൊക്കെ പറയുന്നത് ഇത് സ്വർഗമല്ല, സ്വർഗത്തിന് ശേഷമുള്ള ഒരവസ്ഥയാണ്. ജനന മരണങ്ങളുടെ ആവർത്തനത്തിൽ നിന്നുള്ളാകുന്ന പരമമായിട്ടുള്ള മോചനം. കാരണം നമ്മളൊക്കെ ജനിക്കുന്നു, നമ്മൾ മാത്രമല്ല, മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം ജനിക്കുന്നു, മരിക്കുന്നു. ആ ജീവിതകാലത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ മരണശേഷം പുനർജന്മം വഴി തിരിച്ചു വന്ന് വീണ്ടും നമുക്കൊരവസരം കിട്ടുന്നു മുമ്പ് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മോക്ഷം. ആ ജനന മരണങ്ങളുടെ ആവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന മോചനം. ശങ്കരാചാര്യർ പറയുന്ന പോലെ പുനരഭിജനനം പുനരഭിമരണം. അതിൽ നിന്നുണ്ടാകുന്ന മോക്ഷം കിട്ടിക്കഴിയുമ്പോൾ നിർവ്വാണമായി, മോക്ഷമായി, മുക്തിയായി. ഇതിലൊന്നും പെടാത്ത ലോകമെമ്പാടുമുള്ള സ്വദേശി ആദിവാസി പാരമ്പര്യങ്ങളുണ്ട്. ഈ സ്വദേശി ആദിവാസി പാരമ്പര്യങ്ങൾ ഓരോ നാട്ടിലും ഓരോ കാലാവസ്ഥയിലും അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉടലെടുക്കുന്ന ഉരുത്തിരിഞ്ഞു വരുന്ന വിശ്വാസങ്ങളും ജീവിത രീതികളുമാണ്. അവരൊക്കെ മണ്ണിൻ്റെ മക്കളാണ്. ആ സമൂഹത്തിലെ അവിടെയുള്ള മണ്ണും വെള്ളവും ജീവജാലങ്ങളും കാലാവസ്ഥയിലും എല്ലാം ഇഴുകിച്ചേർന്ന് മണ്ണുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ് ആദിവാസികൾ. അവരുടെ ഒരു പ്രത്യേകത, അവരെന്നും അവരെ ആ മണ്ണിൻ്റെ, ആ പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് ആധുനിക മനുഷ്യനെ പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്നൊരു ഭാഗമല്ല എന്ന് ചിന്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പ്രകൃതിയെ ഒരു ശത്രുവായിട്ട് കണ്ട് പ്രകൃതിയെ നിയന്ത്രിക്കാനും പ്രകൃതിയുടെ മേലെ അധീശത്വം സ്ഥാപിക്കാനുമാണ് ആധുനിക മനുഷ്യൻ സ്ഥാപിക്കുന്നത്. ഈ മതങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നത് അവരുടെ ആചാര്യന്മാരുടെ വാക്കുകളിൽ കൂടിയാണ്. അത് പുസ്തകങ്ങളായിരിക്കാം, വായ്മൊഴിയായി പകർന്നു കിട്ടിയ അറിവുകളായിരിക്കാം. ആ അറിവുകളെല്ലാം
പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള അന്തിമ ലക്ഷ്യത്തെക്കുറിച്ചാണ്. അത് സ്വർഗമായിരിക്കാം, മോക്ഷമായിരിക്കാം, പ്രകൃതിയിൽ ലയിച്ചു ചേർന്ന് പ്രകൃതിയുടെ ഭാഗമായി തീരുന്ന, പ്രകൃതിയിൽ നിന്ന് ആഹാരം സ്വീകരിച്ച് പ്രകൃതിക്ക് ആഹാരമായി തീരുന്ന ഒരു ജീവിതത്തെക്കുറിച്ചായിരിക്കാം. അവരെല്ലാം അവരുടെ കഥകളിലും ഉപദേശങ്ങളിലും അവർ നിയമങ്ങൾ പറഞ്ഞു തരും. ആ നിയമങ്ങൾക്ക് ഉദ്ദേശം എന്താണ്? ആ നിയമങ്ങളെല്ലാം സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ആ നിയമങ്ങളൊന്നും ഈ സ്വർഗത്തിൻ്റെയോ മോക്ഷത്തിൻ്റെയോ ഒന്നും തത്വചിന്തകൾ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. ആ നിയമങ്ങളൊക്കെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. എന്താണ് ആ നിയമങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഉദ്ദേശം here. ഇതിൻ്റെയൊക്കെ ആധുനിക രൂപഭാവങ്ങളാണ് ദേശരാഷ്ട്രങ്ങളുടെ നിയമങ്ങൾ. ഈ ദേശങ്ങളും രാഷ്ട്രങ്ങളും കാലാകാലങ്ങളായിട്ട് ഉടലെടുത്തുള്ളതാണ്. മനുഷ്യരുടെ ഗോത്രങ്ങൾ ഉടലെടുത്ത കാലം മുതൽ പിന്നീട് ഇത് രാജ്യങ്ങളായും വലിയ വലിയ സാമ്രാജ്യങ്ങളായി രൂപപ്പെട്ട കാലങ്ങളിലുമെല്ലാം എല്ലായിടത്തും നിയമങ്ങളുണ്ടായിരുന്നു. ചക്രവർത്തിമാരുടെ നിയമങ്ങളാകാം, രാജാക്കന്മാരുടെ നിയമങ്ങളാകാം, സാമന്തന്മാരുടെ നിയമങ്ങളാവാം, ചെറിയ ചെറിയ ശിപ്പായിമാരുടെയും ചെറിയ ചെറിയ പട്ടാളക്കാരുടെ നിയമങ്ങളാവാം. ആധുനിക കാലഘട്ടത്ത് ജനാധിപത്യ സംവിധാനങ്ങൾ നിയമങ്ങൾ നിലവിൽ വന്നപ്പോൾ ജനങ്ങൾ ഒത്തുചേർന്ന് അവരുടെ സമൂഹത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി. പുരാതന കാലത്ത് എല്ലാവരും ഒത്തുചേർന്ന് നിയമങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ആധുനിക ജനാധിപത്യത്തിൽ അത് ഭൂരിപക്ഷ ജനാധിപത്യമാണ്. ഭൂരിപക്ഷത്തിന് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം, അത് നടപ്പിലാക്കാം. അത് മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ ചിന്തിക്കാറില്ല. അതുതന്നെയാണ് ഈ നിയമങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും. രാജാക്കന്മാരും ചക്രവർത്തിമാരും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ അവരുടെ കൂടെയുള്ളവർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഈ നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി കോടതികളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഇവരെല്ലാം അവരുടെ ഇഷ്ടത്തിന് അത് നടപ്പിലാക്കുന്നു. ഇവരെല്ലാവരും അവരുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും, എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ കാലത്തും പ്രയോജനപ്രദമാകുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നിയമങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്തൊക്കെയാണ് ഈ മതങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും നിയമങ്ങളുടെ ലക്ഷ്യങ്ങൾ? ഈ മനുഷ്യർക്കുള്ള നിയമങ്ങൾ പറയുന്നത്, നിങ്ങൾ ആദ്യം നിയമങ്ങൾ അനുസരിക്കണം. കൽപ്പനകൾ എന്ന് പറയാം. രാജ്യങ്ങളുടെ നിയമങ്ങൾ, ഇതിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എല്ലാം അനുസരണയിൽ രൂഢമൂലമായിരിക്കുന്നു. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും സംരക്ഷിക്കണം, ആരെയും ഉപദ്രവിക്കരുത്, മോഷ്ടിക്കരുത്, ഒന്നും നശിപ്പിക്കരുത്, നമുക്ക് ആവശ്യത്തിന് മാത്രമേ എടുക്കാവുള്ളൂ, നികുതി കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ. വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള നിയമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള നിയമങ്ങൾ, ആരാധനാലയങ്ങൾക്കുള്ള നിയമങ്ങൾ. ഇങ്ങനെ ആയിരക്കണക്കിന് നിയമങ്ങൾ ഓരോ ദിവസവും സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ പറയും, ഈ നിയമങ്ങളൊക്കെ പാലിച്ചാൽ നിങ്ങൾക്ക് അന്തിമമായിട്ട് സ്വർഗത്തിലെത്താം, അല്ലെങ്കിൽ മോക്ഷം നേടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷയുണ്ടാവും, നിങ്ങൾക്ക് നന്മയുണ്ടാവും, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങളുടെ രാജ്യത്തിന് സമ്പത്തുണ്ടാകും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ നിയമങ്ങളെല്ലാം. ഇതോടൊപ്പം തന്നെ വേറൊന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, പ്രകൃതിയുടെ നിയമങ്ങൾ.
എന്തൊക്കെയാണ് പ്രകൃതിയുടെ നിയമങ്ങൾ? പ്രകൃതി എന്ന് പറയുമ്പോൾ മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് പ്രകൃതി. നമുക്ക് ചിന്തിച്ചു നോക്കാം. ജീവജാലങ്ങളെല്ലാം എന്നും ധാരാളം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ എല്ലാവരും അവര് പിടിച്ചു നിൽക്കണമെന്നില്ല. എല്ലാവരും വളർന്ന് അവരുടെ ജീവിതം മുഴുവനാക്കണമെന്നില്ല. സസ്യങ്ങളെ നോക്കൂ, വൃക്ഷങ്ങളെ നോക്കൂ. അവരൊക്കെ ആയിരക്കണക്കിന് പുഷ്പങ്ങൾ പുറപ്പെടുവിക്കുന്നു, ആയിരക്കണക്കിന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, ആയിരക്കണക്കിന് വിത്തുകൾ പുറപ്പെടുവിക്കുന്നു. ഇതെല്ലാം വളർന്ന് പുതിയ മരങ്ങളോ സസ്യങ്ങളോ ആവണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് ഈ പുറപ്പെടുവിക്കുന്ന പുഷ്പങ്ങളും ഫലങ്ങളും പുഷ്പങ്ങളും പുതിയ ജീവനുകളും എല്ലാം ജീവനെ നിലനിർത്താൻ വേണ്ടിയാണ്. അതിൽ കുറെയെല്ലാം വളർന്ന് പന്തലിച്ച് പുതിയ ജീവനാകും, പുതിയ ജീവിതങ്ങളാകും, പുതിയ വൃക്ഷങ്ങളാകും. അതിൽ കുറെയെല്ലാം നശിച്ചു പോകും. പക്ഷെ നശിച്ചു പോകുന്നത് മറ്റുള്ളവർക്ക് ഭക്ഷണമാകും, വളമാകും. അങ്ങനെ പരസ്പരം സംരക്ഷിക്കുക, പരസ്പരം പരിപാലിക്കുക, പരസ്പരം സഹകരിക്കുക. ഇതൊക്കെയാണ് പ്രകൃതിയും ഈ മതങ്ങളും രാഷ്ട്രങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നും കൂടെ നമുക്ക് ആലോചിക്കാം. ഇവരെല്ലാം പറയുന്നത് വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു സന്ദേശമാണ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഒരു മരം അതിൻ്റെ വേര് വളമന്വേഷിച്ചും വെള്ളമന്വേഷിച്ചും നീണ്ടു ദൂരേക്ക് പോകുമ്പോൾ അത് അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്വയം അധ്വാനിക്കുകയാണ്. അത് ആയിരക്കണക്കിന് പുഷ്പങ്ങളും ഫലങ്ങളും പുറപ്പെടുവിക്കുമ്പോൾ അത് അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് വളരാനും ആ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളും പുഷ്പങ്ങളും അവിടെയുള്ള ആ പ്രദേശത്തുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് പ്രയോജനപ്പെടാനും കൂടെയാണ് ചിന്തിക്കുന്നത്. സന്താനങ്ങൾ, പുതിയ തലമുറ, പുതിയ ജീവൻ അത് ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, അവരെ സംരക്ഷിക്കുക മാത്രമല്ല, അവരെ പ്രചരിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. പുഷ്പങ്ങൾ എവിടെയൊക്കെ പോകുന്നു, വിത്തുകൾ എവിടെയെല്ലാം എത്തിച്ചേരുന്നു, ഇതിനെല്ലാം പ്രകൃതി ചില മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പരസ്പര സഹകരണത്തിൻ്റെ മാർഗങ്ങളാണ്. ഒരു മരത്തിൻ്റെ വിത്ത് താഴേക്ക് വീണാൽ അത് അവിടെ കിടന്നാൽ അത് അവിടെ തന്നെ വളരുകയുള്ളൂ. അത് അവിടെ നിന്ന് വെള്ളത്തിൽ കൂടെയും കാറ്റിൽ കൂടെയും മൃഗങ്ങൾ വഴിയും പല സ്ഥലങ്ങളിൽ എത്തിച്ചെന്നാൽ മാത്രമേ അത് പല സ്ഥലങ്ങളിൽ പോയി അവിടെയെല്ലാം വേരിറക്കി വളർന്ന് പല സ്ഥലങ്ങളിൽ പടർന്ന് പന്തലിക്കുകയുള്ളൂ. എല്ലാവർക്കുമുള്ള സന്ദേശം ഒന്നു തന്നെയാണ്. എല്ലാവരും അധ്വാനിക്കണം, വളരാൻ അധ്വാനിക്കണം. സ്വയം വളർന്നാൽ മാത്രം പോരാ, മറ്റുള്ളവരെയും വളരാൻ അനുവദിക്കണം, മറ്റുള്ളവരെയും സഹായിക്കണം, സഹകരിക്കണം. എല്ലാവരും ഒറ്റയ്ക്കും കൂട്ടായിട്ടും വളരുക. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും ഒറ്റയ്ക്കും കൂട്ടായും വളരുമ്പോൾ ആ വളർച്ചയുടെ അവസാനം ആ ഒരു ജീവന്, ആ ഒരു വ്യക്തിക്ക്, ആ ഒരു സസ്യത്തിന് ഉണ്ടാകുന്ന സംതൃപ്തി എന്താണ്? ആ സംതൃപ്തി, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചെയ്തു, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു, ഞാൻ എൻ്റെ കർമ്മം പൂർത്തിയാക്കി എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമെങ്കിൽ, ആ ചിന്തയിൽ സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കുമെങ്കിൽ, അതിൻ്റെ പേരല്ലേ നമ്മൾ സ്വർഗം
എന്ന് വിളിക്കുന്നത്? അതിനെയല്ലേ നമ്മൾ മുക്തി എന്നും മോചനം എന്നും പറയേണ്ടത്? അതല്ലേ എല്ലാ രാഷ്ട്രങ്ങളും, എല്ലാ മതങ്ങളും, എല്ലാ സമൂഹങ്ങളും, എല്ലാവരും വിഭാവനം ചെയ്യുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് എല്ലാവരും കൂടുതൽ ചിന്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് അത് പങ്കുവയ്ക്കാം. നമസ്കാരം.